365 ദിവസം കൊണ്ട് 365 ഫാമിലിയെ ഹെൽത്തിയാക്കുക എന്ന എൻ്റെ വിഷൻ്റെ 6ാമത്തെ ദിവസം നിങ്ങളുടെ ഡെയിലി ബേസിൽ നിങ്ങൾ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ എന്തെല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതുണ്ടോ, എന്തെല്ലാം ആവശ്യമില്ല എന്നതിനെക്കുറിച്ച് ഒരു ലഘു വിവരണമാണ്. ഓക്കെ, ഇത് കാണൂ. കാര്യങ്ങൾ ഇതിലും വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പ്രോമിസ് ചെയ്യുന്നു, റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൈഫ് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും വളരെയധികം ഹെൽത്തി ആയിട്ടിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ഫുഡ് ഹാബിറ്റ് എപ്പോഴും ഇതുപോലെ ബാലൻസ്ഡ് ആയിരിക്കണം. ഇവിടെ മുകളിൽ റെഡ് കളറിൽ കാണിച്ചുള്ളത് ഫസ്റ്റ് വൺ ഫാറ്റ് ആൻഡ് ഓയിൽ. നമ്മൾ ഇന്ന് ഏതൊരു സാധാരണ ഭക്ഷണം എടുത്ത് കഴിച്ചാലും അതിൽ ഫാറ്റ് ആൻഡ് ഓയിലിന്റെ അളവ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻസിന് സെലക്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്താണ്? അരി അല്ലെങ്കിൽ ഗോതമ്പ്, അല്ലെ? ഇതിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവും കൂടുതലാണ്. മാത്രമല്ല ഷുഗർ, ഒരു ടീ കോഫി ഒന്നും ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താണ്? ഷുഗർ കൺസംഷനും ഡെയിലി ബേസിൽ നമുക്ക് കൂടുതലാണ്. മാത്രമല്ല സാൾട്ട് എത്രയാണോ ആവശ്യം അതിനേക്കാൾ ഉപരി നമ്മൾ ടേസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കെമിക്കൽസ് തീരെ ആവശ്യമില്ല. പക്ഷെ കെമിക്കൽ ഇല്ലാതെ ഒരു ഫുഡും ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ മുകളിൽ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് വെരി ഡേഞ്ചർ, നമ്മൾ അധികം എടുക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ താഴെ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളതിൽ ഫസ്റ്റ് വൺ പ്രോട്ടീൻ. നമ്മുടെ ശരീരത്തിന് ടിഷ്യൂ ഫോർമേഷനും മസിൽസ് ബിൽഡിങ്ങിനും വളരെ അത്യാവശ്യമാണ് പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ എത്ര കിലോ വെയിറ്റ് ഉണ്ടോ അത്രയും ഗ്രാം പെർ ഡേ പ്രോട്ടീൻ എടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 80 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ നമ്മൾ എടുക്കണം. നെക്സ്റ്റ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മില്ലിഗ്രാം അളവിലാണ് നമുക്കത് ആവശ്യം. പക്ഷെ അത് കുറഞ്ഞാൽ പോലും നിറയെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വരും. നെക്സ്റ്റ് ഫൈബർ. ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഒരു 35 ഗ്രാം തൊട്ട് 40 ഗ്രാം വരെ ഫൈബർ നമ്മൾ ഡെയിലി ബേസിൽ എടുക്കണം. അതിപ്പോൾ നാച്ചുറലി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 2 കെട്ട് ചീരയും ഒരു ഫുള്ള് ഉണ്ണിത്തണ്ട്, ഞങ്ങളെ ഭാഗത്ത് പറയാം ഉണ്ണിത്തണ്ട്, വാഴപ്പിണ്ടി എന്നൊക്കെ പറയും, അത് നമ്മൾ കഴിക്കണം. ആരൊക്കെ അതിന് റെഡി ഉണ്ട്? കുറച്ചു പേര്. കഴിക്കാൻ റെഡിയാണെങ്കിലും അത് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് വാട്ടർ. ദൈവം തന്ന വരപ്രസാദമാണ് നമുക്ക് വെള്ളം. പക്ഷെ വെള്ളത്തിന്റെ മൂല്യമൊന്നും ഇപ്പോഴും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മളൊരു 20 കിലോ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വീതം വെള്ളം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ളൊരു ഇൻബാലൻസ്ഡ് ഫുഡ് ഹാബിറ്റ് ഉള്ളത് കൊണ്ട് 70% ആളുകൾക്കും അസുഖങ്ങൾ വരാനുള്ള മെയിൻ റീസൺ എന്താണ്? ഇതുപോലുള്ള തെറ്റായ ഭക്ഷണ രീതിയാണെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. എന്നാൽ ഇവർ തന്നെ പറയുന്ന മറ്റൊരു നല്ല വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ബേസിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 50% ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. സോ വെരി ബിഗ്. നോക്കൂ, ഇത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ ഹെൽത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ 365 ദിവസത്തെ 365 ഫാമിലി ഹെൽത്തിയാക്കിയാണ് എൻ്റെ ഗോളിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് ഈ അവസരം കിട്ടുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.